അപ്പോൾ നമസ്കാരം കഴിച്ചു. ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൊടൈക്കനാൽ ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം കാട്ടാക്കടയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് ബാക്കി ഫ്രണ്ട്സ് എല്ലാം കൂടെ ഈ സ്പോട്ടിൽ വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി അവിടെ ഇറങ്ങാനുള്ള ഉദ്ദേശമാണ്. ബാക്കി കാഴ്ചകൾ പോകുന്ന വഴിക്ക് കാണിക്കാം, അറിയാം. കുറേ നാളായി ഒരു ട്രിപ്പ് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെ അതിനുള്ളൊരു തയ്യാറെടുപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ബാക്കി കാഴ്ചകൾ പോകുന്ന വഴി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അപ്പോൾ അതെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം നമ്മൾ ആ ബസ്സിൻ്റെ അന്വേഷിച്ച് പോവുക. ബസ് വന്നിട്ടുണ്ട്. ബസ് ഇതാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനി ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ ഓൺ ഫുൾ പവർ. ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തർ കയറി തുടങ്ങി. അപ്പോൾ ഓക്കെ, ഈ ബാക്കിയുള്ളത് നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മുടെ ബസ്സിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് DJ സെറ്റപ്പാ. അപ്പൊ ഫുൾ DJ സെറ്റപ്പാ. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ബാക്കി നമുക്ക് എല്ലാരും വന്നിട്ട് വരട്ടെ, എല്ലാരും വരട്ടെ. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഇവിടെ മാർത്താമ്പത്താണ് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്. ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ്. ഓക്കെ, താങ്ക് യു. കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻ്റാണ്. ഓക്കെ, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ഒരു വല്ലാത്തൊരു വൈബായിരുന്നു. വല്ലാത്തൊരു വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. ഞങ്ങൾ 7 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചതാണ്. 7 മണിയായപ്പോൾ തിരിച്ച് ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ കോട്ടപ്പാതി അങ്ങനെ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ഒരു നേരം നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. ആ സമയത്താണ് ബസ്സിനകത്തെ കാഴ്ചകളൊന്നും ഓക്കെ. ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് കാണാം.
ഇടയിൽ നിന്നുള്ള വ്യൂ ഹലോ ഗായ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ അതുപോലെ അമ്മാതിരി കേട്ടോ. അതുപോലെ കോട ഇറങ്ങി ഒരു രക്ഷയില്ലാതിരിക്കുക. അപ്പോൾ ബാക്കി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് എല്ലാവരും നടന്ന് പോകുന്നുണ്ട്. ഞങ്ങൾ വന്ന വണ്ടി എന്താ അപ്പുറത്ത് ഒതുക്കിക്കുക. ഓക്കെ, ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ. എന്നാൽ ഇവിടുന്നേ നല്ല തിരക്കാവുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവരും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും എൻജോയ് ചെയ്യണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താഴോട്ടൊക്കെ ഒരുപാട് കൃഷിയിടങ്ങളാണ് കേട്ടോ. താഴെ ഒരു ഭയങ്കര ഒരു ചെങ്കുത്തായിട്ടുള്ള പ്രദേശം കാണുന്നുണ്ട്. ഞങ്ങൾ ഹോട്ടലെത്തി ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റിനകത്ത് ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ബാക്കി കാഴ്ചകൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓരോരുത്തരും ഓരോ റൂമിൽ നിന്നതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഈ വരിയിൽ തന്നെ ഒരു 3-4 റൂമിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഇതിനകത്തുമുണ്ട്. വീഡിയോ കാണാൻ ഒരാൾ തലയിൽ മുണ്ടിട്ടിരിക്കുക. ഹോട്ടലിന് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള വെയിലും ഉണ്ട്. അതാണ് ഏറെക്കുറെയുള്ള കാഴ്ച. പിന്നെ വണ്ടികൾ ഒരുപാടുള്ളതുകൊണ്ട് അത്യാവശ്യം ഇവിടെ വലിയ വണ്ടി കൊണ്ടുവന്നാൽ തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മൾ വന്ന ഹോട്ടൽ ഇതാണ്. കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടി ഒരു 40 പേരുണ്ടായിരുന്നു. ആൾക്ക് 100 രൂപയ്ക്ക് അകത്തേ ആയുള്ളൂ, വർഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇതെല്ലാം ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ, ഈ പോകുന്ന ആളാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആള്, ഡ്രൈവറാണ്. പേര് അപ്പു എന്നാണ്, അപ്പുകൂട്ടൻ എന്നാണ് പേര്. ഗൈസ്, നമ്മൾ വന്ന വണ്ടി അവിടെ അപ്പുറത്ത് ഒതുക്കിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സൈറ്റ് സീനൊക്കെ കാണാൻ പോകുന്നെങ്കിൽ ഈ വണ്ടിയിൽ ഇവരുടെ വണ്ടിയിലേ പോകാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ 2 വണ്ടിയിലായിട്ട് ഇവിടുന്ന് തിരിക്കാൻ പോവുക. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പൊക്കോണ്ടിരിക്കുക. ഈ വരുന്ന വഴിക്ക് ഒരുപാട് എന്താ പറയുക, ഡ്രസ്സായിട്ടും ബാഗായിട്ടും എല്ലാ സാധനങ്ങളും ഇവിടെ ഈ പോയിന്റിൻ്റെ അടുത്തുണ്ട്. ചോക്ലേറ്റ്, അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ്. അപ്പോൾ ഇതെല്ലാം
മസാല ഐറ്റംസുകൾ അങ്ങനെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഓ അപ്പോൾ ഇതാണ് സൂയിസൈഡ് പോയിന്റ്. എല്ലാം കാണുന്നുണ്ടോ? ഇത് ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നേ, ഫുള്ള് കോട, ഫുള്ള്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനറിയില്ല. ഈ കാർമേഘം കൂടി നിൽക്കും പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് കോടയാ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി എന്താ പറയുക, നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കും പോലെ കീ ചെയിനുകൾ, അതുപോലെ അങ്ങനെയുള്ള. ഇപ്പം ഇത് എന്താ പറയുക, വലിയ സംഭവം എന്ന് പറയാക്കൂല, വലിയ സംഭവം എന്ന് പറയാക്കൂല. അതെ, ഒരു വ്യൂ പോയിന്റ് അത്രേ ഉള്ളൂ. അതെ, അത്രയാണ്. പിന്നെ വരുന്നെങ്കിലൊക്കെ ഈ സാധനങ്ങൾ, ഈ മസാല ഐറ്റംസുകൾ, ചോക്ലേറ്റ് അതുപോലെ പെർഫ്യൂം, അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. കുഴപ്പമില്ല, നമുക്ക് വാങ്ങാൻ പറ്റും. നെഗോഷ്യബിളായിട്ട് ഉള്ള ഐറ്റംസുകൾ കൊണ്ടുവിടാം. തണുപ്പും ഇപ്പം നമ്മൾ കണ്ട് ഇറങ്ങിയതാണ് കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റ്. അപ്പോൾ ഗൈസ്, ഗ്ലാസ്സുകൾ ഇഷ്ടംപോലെ ഇവിടെ വന്നാൽ വലിയ റേറ്റെന്ന് പറയാം, ചീപ്പ് റേറ്റാണ്. ഓക്കെ, എന്താ പറയാനാ. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി അവിടെ അപ്പുറത്ത് കിടക്കുകയാണ് ഗൈസ്. ഇഷ്ടംപോലെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സുകൾ ഇഷ്ടംപോലെ, ഇഷ്ടംമാതിരി ടോയ്സ്, ഇഷ്ടംപോലെ ടോയ്സുകൾ. ടോയ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ കടകളിലെല്ലാവരും. പിന്നെ ഇതുപോലെ ബ്ലാങ്കറ്റുകൾ, ഇഷ്ടംപോലെ ബ്ലാങ്കറ്റുകൾ,
ഇവിടുന്ന് വലത് സൈഡിലേക്ക് ഇടത് സൈഡിലേക്ക് കയറിയാൽ ഈ പറയുന്ന പോലെ ലേഡീസിനുള്ള അവരുടെ കമ്മൽ, വള, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ്. അപ്പോൾ അതൊരുപാടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള സംഭവം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗുണ കേവാണ്. ഇത്രയും ദൂരം വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് എങ്ങനെയാ? ഓക്കെ, ഗുണ കേവിൻ്റെ എൻട്രി പോയിന്റ് ഇവിടെയാണ്. നല്ല ജനമുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. അതായത് നമ്മുടെ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. എങ്ങനെ ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗുണ കേവ്, കൊടൈക്കനാലിലെ ഗുണ കേവ്. അപ്പോൾ ഇത് അകത്തോട് പ്രവേശിച്ചു കഴിഞ്ഞു. നേരത്തെ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തതുകൊണ്ട് പ്രശ്നമില്ല. എല്ലാവരും പോയി ആ ജീപ്പാനിങ്ങളെ കാത്തിക്കാം. പിന്നെ ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനും ഈ ഒരു ടൂറിന് ജോയിൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള വിശേഷങ്ങൾ. ഇത് പോകുന്ന വഴിയാണ് കേട്ടോ, കേവ്, ഗുണ കേവിലേക്ക് പോകുന്ന വഴിയാ. ഒരു രക്ഷയില്ല ഗൈസ്, കോട ഇറങ്ങുന്നുണ്ടോ? ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ടുകൊണ്ട് നടക്കാൻ. ഓക്കെ, ഒരു വേറെ ആരും ഉള്ളിലോട്ട് ഫോറസ്റ്റിനകത്തോട്ട് കയറാതിരിക്കാനായിട്ട് ബൗണ്ടറിയൊക്കെ ചെയ്തിട്ടൊക്കെയാണ്.
വഴിയെ പോകുന്നതൊക്കെ പലതും പറഞ്ഞുകൊണ്ടുണ്ട്. ഇതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മെയിനായിട്ടുള്ള വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് സ്പോട്ടുകളുടെ കവർ ചെയ്യാനുണ്ട്. വൈകുന്നേരം 5-6 മണിക്കുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയാൽ കൊള്ളാം. എൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. താഴോട്ടിറങ്ങാം. ഇതാണ് ഈ പറയുന്ന ഗുണ കേവ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ വന്യമൃഗങ്ങളൊക്കെ ഒന്നും പുറത്തു വരാതിരിക്കാനായിട്ട് വലിയ രീതിക്ക് വേലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പ്. ഈ ക്ലൈമറ്റ് എപ്പോൾ ചേഞ്ച് ആവുമെന്നൊന്നും പറയാൻ ഒക്കില്ല. ഇതാണ് അവസ്ഥ. ഇതൊക്കെയാണ് ഈ ഗുണ കേവിലുള്ള വിശേഷങ്ങൾ. ഓടെ ഭയങ്കര മഞ്ഞ്, ഒന്നും കാണാൻ നിവർത്തിയില്ല. ഇടയ്ക്കുള്ള പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് പോലും ക്ലിയർ ഇല്ലാത്ത രീതിയിലാണ്. ഭയങ്കര രീതിക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. ഒരു അഗാധ ഗർഭം തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു മേലൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഒന്ന് കയറി കാണിച്ചു തരാമേ. രക്ഷയില്ല, ഭയങ്കര ജനം. ഇവിടെ മൊത്തം അതേ ഉള്ളൂ. ഓ, നമ്മൾ കൂടെ വന്നവരെല്ലാം കയറി കണ്ടു. ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോയി നിന്ന് കാണാനുള്ള വഴിയാണ്. എന്ത്
ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല, കയറി കാണാൻ പോലും പറ്റുന്നില്ല. ഗൈസ്, കോട ഉണ്ടോ? മഞ്ഞ് കോട ഇറങ്ങിയത് ഒരു രക്ഷയില്ല കേട്ടോ. ഒരാള് അപ്പുറത്ത് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞു, തിരിച്ചെത്തിയിട്ടുണ്ട്. കുറച്ച് വീഡിയോ എടുക്കാൻ സമയമില്ലാതായിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതായതാണ്. അപ്പോൾ വളരെ ശാന്തസുന്ദരമായ എൻ്റെ ഗ്രാമത്തിൽ കൂടെ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.